കൂടെയുള്ള ഒരാൾ അവരെന്തെങ്കിലും കാര്യത്തിൽ വളരെയധികം പ്രയാസത്തിലാണ്, മാനസികമായി തളർന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ഇപ്പോൾ നമ്മുടെ വൈഫായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മക്കളായിരിക്കും എപ്പോഴും വയ്യാഴിക പറയുന്നു, അല്ലെങ്കിൽ വൈഫ് എപ്പോഴും കയറി കിടക്കുന്നു, ഹസ്ബൻഡ് എപ്പോഴും ബുദ്ധിമുട്ടുകൾ പറയുന്നു. ഈ പറയുന്ന സമയത്ത് ഇന്ന് എന്തിനു കൊള്ളാം, നിനക്ക് എന്തിനാ സാധിക്കുക, നീ വണ്ടനാ പൊട്ടനാന്ന് പറഞ്ഞിട്ട് മക്കളോട് പറയുന്ന പോലെ തന്നെ ഭാര്യനോട് പറയും, എനിക്കല്ലെങ്കിൽ എപ്പോഴും അസുഖമല്ലേ, ഫുൾ ടൈം കയറി കിടക്കാനല്ലേ എനിക്കറിയുള്ളൂ, എന്നും വേദന വേദന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ലേ നിനക്കറിയുള്ളൂ. ഇതുപോലുള്ള വാക്കുകൾ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ടല്ലേ. നമുക്കറിയാം, ഒരു ചെടി വളരണമെങ്കിൽ അതിന് മണ്ണ് വേണം, വെള്ളം വേണം, വളം വേണം, അതേപോലെ തന്നെ വായു വേണം. ഇങ്ങനെ ഇത്രയും സാധനങ്ങൾ ഒരു ചെടി വളരാൻ വേണമെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള ആളുകൾക്കും, നമ്മുടെ ഭാര്യ ആയിക്കൊള്ളട്ടെ, ഭർത്താവായിക്കൊള്ളട്ടെ, മക്കളായിക്കൊള്ളട്ടെ, ഇൻലോസ് ആയിക്കൊള്ളട്ടെ, മദർ ആയിക്കോട്ടെ, ഫാദർ ആയിക്കോട്ടെ, ആരാണോ നമ്മുടെ കൂടെയുള്ളത് അവർ ഓരോരുത്തർക്കും ജീവിതം ഹാപ്പി ആയിട്ട് മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ചെടി നല്ലതുപോലെ വളർന്ന് അത് കായ്ച്ച് അതിൽ പൂക്കളുണ്ടായി അതൊരു പഴമായി എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സായി അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് ഒരു മനുഷ്യനും നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് അവർ നല്ല രീതിയിൽ അവരുടെ ഫുൾ എനർജിയിൽ അവരെ നമ്മൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട, അവർക്ക് എന്താണോ കുറവുള്ളത്, വളമാണോ കുറവുള്ളത് വളം കൊടുക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ, സ്നേഹം കുറവുണ്ടെങ്കിൽ സ്നേഹം കൊടുക്കുക, കെയറാണോ കുറവുള്ളത് കെയർ കൊടുക്കുക, സപ്പോർട്ടാണോ എന്താണോ വേണ്ടത് അത് ഓരോന്നും നമ്മൾ പാകത്തിന് കൊടുത്തു വരുന്ന സമയത്ത് അവരിലുള്ള നല്ല മധുരമായ കനികൾ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നു മുതൽ നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് എന്ത് പ്രശ്നമാണോ ഉള്ളത്, എന്തിലാണ് അവർ തളർന്നിരിക്കുന്നത്, എന്ത് കാര്യത്തിലാണ് അവർ സൈഡായിട്ടുള്ളത്, ആ കാര്യത്തിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സ്നേഹവും കെയറും സപ്പോർട്ടും നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. അവരിലുണ്ടാകുന്ന അത്ഭുതകരമായ മാറ്റം നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.